ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിന്റെ പുതിയ യുഗത്തിലാണ് നമ്മൾ താമസിക്കുന്നത്. ഇപ്പോഴിതാ പോലീസ് വകുപ്പിൽ വിജിലൻസിന്റെ കൂടി ചുമതലയുള്ള ആഭ്യന്തര വകുപ്പ് മന്ത്രി രമേശ് ചെന്നിത്തല അവർ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിന്റെ കൂടെ സഹായത്താൽ കേരളത്തിലെ സർക്കാർ ഓഫീസുകളെ പ്രോജക്ട് സീറോ എന്നൊരു പദ്ധതി കൊണ്ടുകൊണ്ട് ഓപ്പറേഷൻ സീറോ എന്നുള്ള കൺസെപ്റ്റിൽ പറഞ്ഞുകൊണ്ട് അഴിമതിക്കെതിരെയുള്ള വലിയ പോരാട്ടമാണ് നടക്കുന്നത്. കേരളത്തിൽ തീർച്ചയായും അണ്ണാ ഹസാരെയുമായി ഒരു തവണ സംസാരിക്കാൻ അവസരമുണ്ടായപ്പോൾ, ഒരു യാത്രയിൽ സംസാരിക്കാൻ അവസരമുണ്ടായപ്പോൾ അദ്ദേഹം പറഞ്ഞത്, വൈ ഡോണ്ട് സ്റ്റാർട്ട് എ ആന്റി കറപ്ഷൻ മൂവ്മെന്റ് ഇൻ കേരള. കേരളത്തിൽ ഒരു കറപ്ഷൻ ഇല്ലാത്ത അല്ലെങ്കിൽ അഴിമതി വിമുക്ത ഒരു സമൂഹത്തിന് വേണ്ടി എന്തുകൊണ്ട് ഒരു മൂവ്മെന്റ് ഒക്കെ ഉണ്ടാക്കിക്കൂടാന്ന് ചോദിച്ചു. പക്ഷെ അത്ര എളുപ്പമല്ല. കാരണം കേരളത്തിൽ നമ്മളിപ്പോൾ ഒരു ഓഫീസിൽ ചെന്നാൽ, വില്ലേജ് ഓഫീസിൽ ചെന്നാൽ നമുക്കൊരു കാര്യം നടത്തി തരുമെങ്കിൽ നമുക്ക് അതിന്റെ ഗുണം കിട്ടുന്നവർ ചെറിയ പൈസ കൊടുക്കാൻ തയ്യാറാണ്, കൊടുക്കാനും തയ്യാറാണ്, വാങ്ങാനും തയ്യാറാണ്. പക്ഷെ അതിനിടയിൽ കൊടുക്കാതെ നടക്കില്ല എന്ന് വരുമ്പോഴാണ് ഇതിനകത്ത് വലിയൊരു കൺഫ്യൂഷൻ നടക്കുന്നത്. ആർ ടി ഓഫീസ് ആകട്ടെ, അതുപോലെ തന്നെ രജിസ്ട്രാർ ഓഫീസുകളാകട്ടെ, പല സ്ഥലങ്ങളിലും കമ്മീഷന്റെ പരിപാടികളുണ്ട്, അഴിമതിയുടെ പരിപാടികളുണ്ട്. അതുപോലെ സർക്കാരിന്റെ പല ഓഫീസുകളിലും, ഞാൻ 2-3 ഓഫീസുകളായി പറയുന്നില്ല, വലിയ ഓഫീസുകളിലും പർച്ചേസ് നടക്കുന്ന സ്ഥലങ്ങളിൽ, ഇപ്പൊ മെഡിക്കൽ കോളേജിലൊക്കെ വലിയ പർച്ചേസാണ് നടക്കുന്നത്. പർച്ചേസ് നടക്കുന്ന സ്ഥലങ്ങളിൽ ഇലക്ട്രിസിറ്റി ബോർഡിൽ, മെഡിക്കൽ കോളേജിൽ, വാട്ടർ അതോറിറ്റിയിലൊക്കെ വലിയ പർച്ചേസ് നടക്കും. അപ്പൊ വലിയ പർച്ചേസ് നടക്കുന്ന സ്ഥലത്ത് ടെൻഡർ ഉള്ള, ഈ ടെൻഡർ വന്നിട്ടൊന്നും ഒരു കാര്യമില്ല, ടെൻഡർ ഉള്ള സ്ഥലങ്ങളിലൊക്കെ വലിയ അഴിമതി നടക്കും, കൊടിയ അഴിമതി നടക്കും. ആ അഴിമതിയെ പിടിക്കുവാൻ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിന്റെ സഹായത്തോടുകൂടി മിഷൻ ലേണിംഗ് പോലുള്ള പരിപാടികളും AI സംവിധാനങ്ങളും ഓഫീസിൽ സൂക്ഷിച്ച് അതിനകത്തേക്ക് ഫയലൊക്കെ എൻ്റർ ചെയ്ത് കഴിഞ്ഞാൽ, തീർച്ചയായിട്ടും കമ്പ്യൂട്ടറുമായിട്ടും കൂടെ കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ, നെറ്റിന്റെ സംവിധാനം ഉള്ളതുകൊണ്ട് നമ്മൾക്കൊരു ഫയൽ കിട്ടിയാൽ അത് ഒരു പർട്ടിക്കുലർ ദിവസത്തിനപ്പുറം വല്ലാതെ താമസിപ്പിക്കുന്നുണ്ടോ, ഡിലേ വരുത്തുന്നുണ്ടോ, ഈ കാര്യങ്ങൾ അറിയാൻ പറ്റും. അതുപോലെ തന്നെ വളരെ കൃത്യമായി കറപ്ഷൻ നടത്തുന്നുണ്ടോ, അഴിമതി നടത്തുന്നുണ്ടോ, കാശ് മേടിക്കുന്നുണ്ടോ എന്നുള്ള കാര്യം അറിയാൻ പറ്റും. അത് അറിഞ്ഞു കഴിഞ്ഞാൽ കർശനമായ നടപടിയാണ് എടുക്കുക. പക്ഷെ നടപടിയെ സംബന്ധിച്ചൊരു കാര്യമുണ്ട്. സസ്പെൻഷൻ പോരാ, തെറ്റ് കണ്ടുപിടിച്ചാൽ തെളിവോടെ, കയ്യോടെ തെളിവ് കിട്ടിയാൽ അവരെ ഡിസ്മിസ് ചെയ്യണം. പിന്നെ അത് കഴിഞ്ഞതിന് ശേഷം അവർ എന്ത് ചെയ്യട്ടെ, അവർ തിരുത്തി വരട്ടെ. അവർ തെറ്റ് ചെയ്തിട്ടില്ല എന്ന് കണ്ടുപിടിക്കണേ അവരെ നമുക്ക് എടുക്കാം. പക്ഷെ സസ്പെൻഷൻ പോരാ, ഡിസ്മിസ് ചെയ്യണം. അങ്ങനെ പുതിയ നിയമങ്ങൾ ഉണ്ടാകട്ടെ. എല്ലാ ഓഫീസുകളിലും ഒരു ഓഫീസ് ഗൈഡ്, ഒരു സർവീസ് ഗൈഡ് ഉണ്ടാക്കണം. സർവീസ് ഗൈഡ് എന്ന് പറഞ്ഞാൽ ഓരോ ഉദ്യോഗസ്ഥന്റെയും ചുമതല എന്താണ് എന്ന് വേണം. അവരുടെ സീറ്റിന്റെ മുകളിൽ അവരുടെ ചുമതല എന്തെന്ന് ചെറുതായി എഴുതി വെച്ചിരിക്കണം. ഈ ഓഫീസറുടെ പേര്, ഇന്ന പോസ്റ്റ്, അവിടെ എന്താണ് അവരുടെ ജോലി എന്നുള്ളത് കൂടി എഴുതി വയ്ക്കാനുള്ള, അല്ലെങ്കിൽ പോസ്റ്റ് എഴുതുന്നതിൽ അവർക്ക് ചില പോസ്റ്റുകളിലൊക്കെ ഇരിക്കുന്നവർക്ക് മാനസിക ബുദ്ധിമുട്ടൊക്കെ ഉണ്ടെങ്കിൽ പോസ്റ്റ് എഴുതണ്ട, അവരുടെ ചുമതല, ആ തസ്തികയുടെ ചുമതല എഴുതിയാൽ മതി. ആളിന്റെ പേര് എഴുതിയില്ലെങ്കിലും ഈ തസ്തികയിൽ ഇരിക്കുന്ന ആളിന്റെ ചുമതല ഇതാണ് എന്നുള്ളത് വരുത്തണം. അങ്ങനത്തെ കാര്യങ്ങൾ നടക്കട്ടെ. എന്തായാലും വളരെ മനോഹരമായ രീതിയിൽ കാര്യങ്ങൾ നടത്തിക്കൊണ്ട് പോകണം. എന്തായാലും ഇത്രയും രസകരമായ ഒരു പ്രോജക്റ്റ് നമുക്ക് വിശ്വസിക്കാൻ കഴിയില്ല. രമേശ് ചെന്നിത്തല അദ്ദേഹത്തിന്റെ എല്ലാ കഴിവുകളും എടുത്തുകൊണ്ട് 2 വലിയ പ്രോജക്റ്റുകളാണ് വന്നിരിക്കുന്നത്. ഒന്ന് ഓപ്പറേഷൻ തൂഫാൻ, എന്താണ് നാർക്കോട്ടിക് ഹണ്ട്, നാർക്കോട്ടിക് ഹണ്ട് എന്ന് പറയുന്ന, അതായത് ലഹരി പദാർത്ഥങ്ങളെ വേട്ട ചെയ്യുന്ന ലഹരി വേട്ട, നാർക്കോട്ടിക് ഹണ്ട് എന്ന് പറയുന്ന ലഹരി വേട്ടയും ഓപ്പറേഷൻ തൂഫാൻ എന്ന് പറയുന്ന പ്രോജക്റ്റിലാണ് വരുന്നത്. അതുപോലെ ഓപ്പറേഷൻ സീറോ അല്ലെങ്കിൽ പ്രോജക്ട് സീറോ എന്ന പേരിൽ പ്രോജക്റ്റുകളിൽ അഴിമതി പിടിക്കാനുള്ള ഒരു പരിപാടി വിജിലൻസിന്റെ ചീഫായിട്ടുള്ള മനോജ് എബ്രഹാമിന് നിർദ്ദേശം കൊടുത്തിരിക്കുന്നു. അതിന്റെ പ്രപ്പോസൽ വരുന്നു. സ്റ്റുഡൻസ് പോലീസ് കേഡറ്റിന്റെ വിപുലമായ പദ്ധതി ഇന്നലെ ഉദ്ഘാടനം ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതെല്ലാം കൂടി ജൂൺ മാസത്തിൽ വിപുലമായ ക്ഷേമ പ്രവർത്തനങ്ങളും വികസന പ്രവർത്തനങ്ങളുമാണ് കേരളത്തിൽ വരാനിരിക്കുന്നത്. എന്തായാലും പുതിയുഗ പിറവിയായിരിക്കുമെന്ന് VD സതീശൻ പറഞ്ഞല്ലോ. അപ്പൊ അതിനെ അനുഗുണമായി ഓരോ പ്രോജക്റ്റുകൾ വരുന്നു. തീർച്ചയായും നമ്മൾ തുടക്ക സമയത്ത്, നമ്മൾ ശരിക്കും പറഞ്ഞാൽ ആന്റി ഇൻകംബൻസ് ഒന്നും തുടങ്ങിയിട്ടില്ല, ഭരണവിരുദ്ധ വികാരം വന്നു തുടങ്ങിയിട്ടില്ല. ആളുകൾ സർക്കാരിനെ പ്രതീക്ഷയോടുകൂടി കാണുന്നത് കൊണ്ട് തന്നെ ഇപ്പോൾ നമ്മൾ പോസിറ്റീവായിട്ടാണുള്ള പ്രോജക്റ്റുകളും വീഡിയോകളുമാണ് ചെയ്യുന്നത്. ഇനിയിപ്പോൾ എന്തെങ്കിലും തരത്തിൽ സർക്കാരിന്റെ ഭാഗത്തു നിന്ന് മിസ്റ്റേക്കുകളും കുഴപ്പങ്ങളും അഴിമതിയൊക്കെ വരുമ്പോൾ തീർച്ചയായിട്ടും അപ്പോൾ അതിനെ നമുക്ക് ജനപക്ഷത്ത് നിന്നുകൊണ്ട് എതിർക്കേണ്ടി വരും. എന്നാൽ ഇപ്പോൾ നമ്മൾ കാണുന്നത് വളരെ വളരെ മനോഹരമായ നല്ല പദ്ധതികൾ, നല്ല ഭാവനയുള്ള നല്ല പദ്ധതികൾ വിഷ്വലൈസ് ചെയ്യുന്നു, അല്ലെങ്കിൽ പ്രോജക്റ്റുകൾ ലോഞ്ച് ചെയ്യുന്നു. 2 പ്രോജക്റ്റും വളരെ ഭാവനാപൂർണ്ണമുള്ളതാണ്. അതിനകത്ത് ലഹരിയെ സംബന്ധിച്ചിടത്തോളം രമേശ് ചെന്നിത്തല അവർക്ക് ഒരു വലിയ വൈകാരിക വിഷയം കൂടിയാണ്. അദ്ദേഹം പ്രതിപക്ഷ നേതാവ് അല്ലാതിരുന്നിട്ട് പോലും കഴിഞ്ഞ പ്രാവശ്യം പ്രതിപക്ഷത്തിരുന്നപ്പോൾ വലിയ തോതിലാണ് കേരളത്തിൽ ക്യാമ്പയിൻ നടത്തിയത് ലഹരിക്കെതിരെ. ഓരോ ജില്ലകൾ കേന്ദ്രീകരിച്ചും വലിയ ക്യാമ്പയിൻ നടത്തി. അപ്പൊ അദ്ദേഹം ശരിക്കും ആഭ്യന്തരമന്ത്രി വിജിലൻസും ഒക്കെ വരുമ്പോൾ അത് പിടിക്കാനുള്ള ഓപ്പറേഷൻ തുഫാനിലൂടെ ലഹരിയുടെ വേരിറക്കുമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അതിന്റെ സോഴ്സിൽ പോയി തന്നെ പിടിക്കും. എവിടെയാണ് പ്രഭവഭാഗം
അല്ലെങ്കിൽ ഉത്ഭവം എവിടെയാണ് അവിടെ തന്നെ പോയി പിടിക്കുമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പൊ അത് നടക്കട്ടെ. ഇപ്പുറത്ത് കറപ്ഷൻ പിടിക്കാനും അതിന്റെ പ്രഭവസ്ഥാനം എവിടെയാണെന്ന് കണ്ടുപിടിച്ച് ഓരോ ഓഫീസുകളായി ക്ലിയർ ചെയ്യാനുള്ള പദ്ധതി നടപ്പിലാകുന്നു. അപ്പോൾ ഈ രണ്ട് പദ്ധതികളും വളരെ മനോഹരമായി നടപ്പിലാവട്ടെ.